ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് അസിസ്റ്റന്റ് ഇൻ KS കാർഡ് ബാങ്കിന്റെ 2021 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. അപ്പോൾ ഓൾറെഡി നമ്മളൊരു സെഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പാർട്ട് 2 ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് പാർട്ടിൽ പാർട്ട് 1 നമ്മൾ കൺസിഡർ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടി നമ്മൾ പാർട്ട് 2 എടുത്തേക്കാം. ഓക്കെ, അപ്പോൾ the first question that we are having here is, democracy is a government in which everyone has a share. Whose words are these? Democracy is a government in which everyone has a share എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേരാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ വൂൾഫ്, ഓപ്ഷൻ ബി ഡോക്ടർ വില്യം കിങ്, ഓപ്ഷൻ സി സീലി ആൻഡ് ഓപ്ഷൻ ഡി നൺ. കറക്റ്റ് ആൻസർ ഈ ക്വസ്റ്റ്യനിൽ വരുന്നത് ദിസ് ഈസ് ഓപ്ഷൻ സി, സീലി. അപ്പോൾ ഈ സീലി എന്ന് പറയുന്നത് ഹീസ് ആക്ച്വലി എ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻ ആൻഡ് എ പൊളിറ്റിക്കൽ തിങ്കർ. ഇദ്ദേഹം ഡെമോക്രസിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഹി വാസ് ടോക്കിംഗ് അബൌട്ട് റോൾ ഓഫ് ഡെമോക്രസിയൊക്കെ പറ്റിയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ അദ്ദേഹത്തിന്റെ പല വർക്സിലായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡെമോക്രസിയുടെ റോളിനെ പറ്റിയിട്ട് പല വർക്സിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളിലും അദ്ദേഹത്തിന്റെ പല സ്പീച്ചസിലും ഈ റോൾ ഓഫ് ഡെമോക്രസി ഹൈലൈറ്റ് ചെയ്ത് നിർത്തിയിട്ടുമുണ്ട്. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, an enquiry can be ordered for the registrar. Which of the following is an untrue statement? ഇപ്പോൾ രജിസ്ട്രാറിന്റെ കേസിലും ഒരു എൻക്വയറി സെനാറിയോ പറ്റും. അപ്പോൾ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ എ, ഓൺ ഹിസ് ഓൺ അക്കൗണ്ട്. ഓപ്ഷൻ ബി, ഓൺ ആൻ എൻക്വയറി റിപ്പോർട്ട് ഓഫ് വിജിലൻസ് ഓഫീസർ. ഓപ്ഷൻ സി, ഓൺ ആൻ ആപ്ലിക്കന്റ് ഓഫ് അഫിലിയേറ്റഡ് സൊസൈറ്റി. ഓപ്ഷൻ ഡി, ഓൺ ആപ്ലിക്കേഷൻ ഫ്രം നിയർ ബൈ സൊസൈറ്റി. അപ്പോൾ സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനമാണോ അതോ വിജിലൻസ് ഓഫീസർ സബ്മിറ്റ് ചെയ്യുന്ന ഒരു എൻക്വയറി റിപ്പോർട്ടിനാണോ നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്? ഒരു അഫിലിയേറ്റഡ് സൊസൈറ്റിയുടെ ആപ്ലിക്കേഷൻ ആണോ കൺസിഡർ ചെയ്യേണ്ടത് അതോ ഒരു നിയർ ബൈ സൊസൈറ്റിയുടെ ആപ്ലിക്കേഷൻ ആണോ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻസ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ആപ്ലിക്കേഷൻ ഫ്രം ദ നിയർ ബൈ സൊസൈറ്റി. നിയർ ബൈ സൊസൈറ്റിയുടെ ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ കൺസിഡറേഷനിൽ വരുന്നത്. ഓക്കെ, സോ അൺട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ അൺട്രൂ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ നിയർ ബൈ സൊസൈറ്റി ഹാസ് നോ ലീഗൽ സ്റ്റാൻഡിങ്. നിയർ ബൈ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ലീഗൽ സ്റ്റാൻഡിങ് ഇല്ലാത്ത പക്ഷക്കാരാണ്. നോ ലീഗൽ സ്റ്റാൻഡിങ്. So they can't actually request an inquiry under the given acts. അപ്പോൾ തന്നിരിക്കുന്ന നിയമങ്ങൾ അനുസരിച്ചിട്ട് ഇവർക്ക് ഒരു എൻക്വയറിയിലേക്ക് പോകാനായിട്ട്, അവർക്ക് ഒരു എൻക്വയറിക്ക് വേണ്ടി ഡിമാൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എൻക്വയറിക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഫൈനൽ അതോറിറ്റി ഓഫ് ദ സൊസൈറ്റി ഷാൽ വെസ്റ്റ് ഇൻ ഡാഷ്. ഒരു സൊസൈറ്റിയുടെ ഫൈനൽ അതോറിറ്റി എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്നാണ്. ഓപ്ഷൻ എ മാനേജിംഗ് കമ്മിറ്റി, ഓപ്ഷൻ ബി എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ഓപ്ഷൻ സി ജനറൽ ബോഡി ആൻഡ് ഓപ്ഷൻ ഡി റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി. സോ ദി കറക്റ്റ് ആൻസർ ഇസ് ജനറൽ ബോഡി. ഈ ജനറൽ ബോഡി എന്ന് വെച്ചാൽ എന്താണ്? ഒരു സുപ്രീം ബോഡിയാണ് അല്ലെങ്കിൽ ഒരു സുപ്രീം ആയിട്ടുള്ള ഒരു അതോറിറ്റിയാണ്. സോ എപ്പോഴൊക്കെയാണ് ഇതൊരു സുപ്രീം അതോറിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്നത്? സോ എപ്പോഴൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട്സ് അപ്രൂവലിന് വേണ്ടിയിട്ട്, ആൻഡ് ഓൾസോ ഈ ഒരു ഏരിയയിലുള്ള എലക്ഷൻസ് ഒക്കെ വരുമ്പോൾ, അതായത് കമ്മിറ്റി ബേസ്ഡ് ആയിട്ടുള്ള എലക്ഷൻസ് ഒക്കെ വരുമ്പോൾ ഈ ജനറൽ ബോഡിക്ക് വലിയ പങ്കുണ്ട്. സോ ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള ഏരിയസിലൊക്കെ ഈ ജനറൽ ബോഡിയാണ് ഒരു ഫൈനൽ അതോറിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു സുപ്രീം അതോറിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത്, the KSCHF was registered on. KSCHF എന്നാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ 23/9/1970,
Option B 23/9/1971. Option C 23/9/1972 and option D 23/9/1973. So രജിസ്ട്രേഷന്റെ കേസാണ്. രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന ഡേറ്റ് ആണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. കറക്റ്റ് ആൻസർ ഇസ് 23/9/1970. അപ്പൊ എന്താണ് ഈ KSCHF? കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ആണ്. കോഓപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ. ഓക്കെ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്തത് 23/9/1970. The name dash implemented Operation Flood program. അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം റിലേറ്റഡ് ആയിട്ടാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. The dash implemented Operation Flood program. Option A NCDC, option B NCHF, option C HDFC and option D NDDB. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് this is NDDB. അപ്പൊ എന്താണ് NDDB? It is National Dairy Development Board. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ എന്താ ഓപ്പറേഷൻ ഫ്ലഡിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലെ. സോ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിൽ ഇവിടെ ഡെഫിനറ്റ്ലി നമുക്ക് ഈ വൈറ്റ് റെവല്യൂഷൻ ഒക്കെ ആയിട്ട് ഒരുപാട് കണക്ഷൻ ഉണ്ട് കേട്ടോ. വൈറ്റ് റെവല്യൂഷൻ. Now, next question. Dividend is set apart from dash. Option A gross profit, option B net profit, option C sales proceeds and option D divisible profit. ഏതിൽ നിന്നാണ് ഡിവിഡൻഡിനെ നമ്മൾ മാറ്റേണ്ടത്? So divisible profit. അതായത് what is it? We are talking about a part of net profit. After making mandatory allocations. അതായത് അത്യാവശ്യമായിട്ടുള്ള അലോക്കേഷൻസ് ഒക്കെ നടത്തിയിട്ട് ബാക്കി വരുന്ന ആ ഒരു നെറ്റ് പ്രോഫിറ്റ് ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത്. Which has jurisdiction over the whole of the state? Option A Federal Society, option B Apex Society, option C Central Society and option D Primary Society. അതായത് ഹോൾ സ്റ്റേറ്റിൽ കേസ് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യേണ്ടത്. സോ റൈറ്റ് ആൻസർ ഇസ് അപ്പെക്സ് സൊസൈറ്റി. അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു ടോപ്പ് ലെവൽ ബോഡീനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലെ. ഒരു ടോപ്പ് ലെവൽ ബോഡീനെ പറ്റിയിട്ടാണ് ഇവിടുത്തെ ഡിസ്കഷൻ വരുന്നത്. പ്രൈമറി സൊസൈറ്റി, സെൻട്രൽ സൊസൈറ്റി ആൻഡ് അപ്പെക്സ് സൊസൈറ്റി. ഇങ്ങനെ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഏരിയ ഓഫ് ഓപ്പറേഷൻ വൈസ് ഒരു ഡിവിഷൻ നടത്തുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്? ഹോൾ ഓഫ് ദ സ്റ്റേറ്റിന് കൺസിഡറേഷൻ ആണ് നോക്കേണ്ടത്. അവിടുത്തെ ഒരു ജുറിസ്ഡിക്ഷൻ ആണ് നോക്കേണ്ടത്. അപ്പോൾ ടോപ്പ് ലെവൽ ബോഡി ആയിട്ടുള്ള അപ്പെക്സ് സൊസൈറ്റിയാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. RAIDCO, RAIDCO is engaged in the distribution of dash machinery. Option A Ayurvedic, option B Aracanite, option C agro and option D meat processing. അപ്പോൾ റേഡ്കോ ഏത് തരത്തിലുള്ള പ്രോഡക്ട്സ് മിഷനറിയുടെ ഡിസ്ട്രിബ്യൂഷനിലാണ് ഏറ്റെടുത്തിരിക്കുന്നത്, എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ദ റൈറ്റ് ആൻസർ ഹിയർ ഇസ് ആഗ്രോ. ആഗ്രോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അഗ്രികൾച്ചറൽ അല്ലെ. അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള മിഷനറിയുടെ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മുടെ റേഡ്കോ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഏതൊക്കെ വരും? പമ്പ് സെറ്റ് വരും. അതുപോലെ തന്നെ ഈ റിലേറ്റഡ് ഫോംസ് ഓഫ് എക്വിപ്മെന്റ് വേർ അഗ്രികൾച്ചർ ഇസ് കമ്മിങ് ഇൻ ടു പ്ലേ, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഏരിയക്ക് വേണ്ടിയിട്ടുള്ള സം മിഷനറീസ്, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ റേഡ്കോ ഏറ്റെടുത്തിരിക്കുന്നത്. അതിലാണ് റേഡ്കോയുടെ എൻഗേജ്മെന്റ് നടക്കുന്നത്.
അടുത്ത ക്വസ്റ്റൻ ആണ് Kera District Cooperative Milk Producers Union, popularly known as Amul, in the state of. അപ്പോൾ ഈ അമൂൽ ഏത് സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ദാറ്റ് ഇസ് ഇറ്റ് ഓൾ അബൌട്ട് ദ ക്വസ്റ്റ്യൻ. കുറച്ചുകൂടെ ഒന്ന് കോംപ്ലിക്കേറ്റ് ആക്കിയതെന്ന് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ എ ഉത്തർപ്രദേശ്, ഓപ്ഷൻ ബി പഞ്ചാബ്, ഓപ്ഷൻ സി മഹാരാഷ്ട്ര ആൻഡ് ഓപ്ഷൻ ഡി ഗുജറാത്ത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആൻസർ പറഞ്ഞേനെ. പക്ഷെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനാണ് ഇങ്ങനെ കറക്റ്റ് തിരിച്ച് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ഡി ഗുജറാത്ത് ആണ് ഇവിടെ ആൻസർ വരുന്നത്. നമുക്കറിയാം ഈ ഒരു ബോഡി വാസ് ഫൗണ്ടഡ് ഇൻ ആനന്ദ് ഡിസ്ട്രിക്ട്, ആനന്ദ് in Kera district. അതായത് ആനന്ദ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ, കേര ഡിസ്ട്രിക്റ്റിലെ ആനന്ദ് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് എന്ത് ഈ ഒരു പെർട്ടിക്കുലർ അമൂൽ എന്ന് പറയുന്ന ഒരു ഈ കേര ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ നമുക്ക് ായിട്ട് കിട്ടിയത്. സോ റീജിയന്റെ പേരാണ് കേട്ടോ ആനന്ദ്. റീജിയന്റെ പേരാണ് ആനന്ദ്. ആൻഡ് കമ്മിങ് ടു ഡിസ്ട്രിക്ട്, ദാറ്റ് ഈസ് ഇൻ കേര ഡിസ്ട്രിക്ട്, ആൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗുജറാത്ത്. ഓക്കെ, നൗ അടുത്ത ക്വസ്റ്റ്യൻ. ട്രേഡിംഗ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ ഇസ് നോർമലി, കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോറിന്റെ ട്രേഡിംഗ് ഏത് രീതിയിലായിരിക്കും പോകുന്നത്? ദിസ് ഓപ്ഷൻ എ ഈസ് ഓൺ ക്യാഷ് ബേസിസ്, ക്യാഷ് ബേസിസിലാണ്. ഓപ്ഷൻ ബി ഓൺ ക്യാഷ് ബേസിസ് ഫോർ നോൺ മെമ്പേഴ്സ് ആൻഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഫോർ മെമ്പേഴ്സ്. നോൺ മെമ്പേഴ്സിന്റെ കേസ് ആണെങ്കിൽ ക്യാഷ് ബേസിസിലും, പക്ഷേ മെമ്പേഴ്സിന്റെ കേസ് ആണെങ്കിൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അനുസരിച്ചിട്ടുമാണ് പോകുന്നത്. ഓപ്ഷൻ സി ക്രെഡിറ്റ് ഫോർ മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ്. മെമ്പേഴ്സിനായാലും നോൺ മെമ്പേഴ്സിനായാലും ക്രെഡിറ്റ് ബേസ്ഡ് ആയിരിക്കും. ഓപ്ഷൻ ഡി ക്യാഷ് ഫോർ മെമ്പേഴ്സ്, മെമ്പേഴ്സിന് ക്യാഷ് ബേസ്ഡ്. സോ ഇവിടെ റൈറ്റ് ആൻസർ വരുന്നത് ദിസ് ഇസ് ബേസ്ഡ് ഓൺ ക്യാഷ് ബേസിസ്, ക്യാഷ് ബേസിസിൽ തന്നെയാണ്. അപ്പോൾ ഈ എന്തിനാണ് ഈ ക്യാഷ് ബേസിസിൽ ഇവിടെ പോകുന്നത്? ഡെഫിനറ്റ്ലി നമുക്ക് ബാഡ് ഡെപ്റ്റ് ഒക്കെ കുറയ്ക്കണം. ബാഡ് ലോൺ അല്ലെങ്കിൽ ബാഡ് ഡെപ്റ്റ് എന്ന് തന്നെ ഇവിടെ പറയാം, കാരണം നമ്മൾ കോപ്പറേറ്റീവ് സ്റ്റോറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ ബാഡ് ഡെപ്റ്റ് ഇവിടെ കുറയ്ക്കണം. ആൻഡ് ഓൾസോ വി ഹാവ് ടു എൻഷുർ സം ക്വിക്ക് ടേൺ ഓവർ എന്താണ് കൂട്ടണം അല്ലെ? ഒരുപാട് സെയിൽസ് കൊണ്ടുവന്നിട്ട് ടേൺ ഓവർ കൂട്ടണം, പ്രോഫിറ്റ് കൂട്ടണമല്ലോ. ആൻഡ് ഓൾസോ ഈ ഒരു കോപ്പറേറ്റീവ് സ്റ്റോറിനെ തന്നെ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആക്കി മാറ്റണം, ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആക്കിയിട്ട് മാറ്റണം. ആൻഡ് ഓൾസോ നമുക്ക് ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അപ്പൊ ക്യാഷ് ബേസ്ഡ് ആയിട്ടുള്ള പേയ്മെന്റ് ആണെങ്കിൽ എന്ത് പറ്റും? ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുമല്ലേ? അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ലൂപ്പ് ഹോൾസ് വരത്തുള്ളൂ, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമേ ഈ പറ്റിക്കൽ പോലുള്ള പ്രശ്നങ്ങൾ വരത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്താണ് ട്രേഡിംഗ് നടത്തുമ്പോൾ തന്നെ ഈ ക്യാഷിന്റെ ബേസിസിൽ കാര്യങ്ങൾ നടത്തി പോവുകയാണെങ്കിൽ വളരെ വളരെ ഈസിയാണ്. ഒരു ക്രെഡിറ്റ് സെനാരിയോയിലേക്ക് പോകുന്നേക്കാളും നല്ലത് ക്യാഷ് ബേസിസിൽ കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇവിടെ ട്രാൻസ്പെറൻസിയും കൂടുന്നുണ്ട്, അക്കൗണ്ടബിലിറ്റി കൂടുന്നുണ്ട്, എഫിഷ്യൻസിയും കൂടുന്നുണ്ട് അല്ലെ? ഇഫക്റ്റീവായിട്ട് നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റും. അടുത്തത്, ഫോർ കാൽക്കുലേറ്റിംഗ് ട്രെൻഡ് പെർസെൻറ്റേജസ് എനി ഇയർ ഇസ് സെലക്ടഡ് ആസ് ഡാഷ്. അപ്പോൾ ട്രെൻഡ് പെർസെൻറ്റേജ് കണക്കാക്കാനായിട്ട് നമുക്ക് ഏത് ഇയറിനെ എങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്, എങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യണം, ഏത് പെർട്ടിക്കുലർ രീതിയിലാണ് ഒരു ഇയറിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? സോ ഓപ്ഷൻ എ അസസ്മെന്റ് ഇയർ, ഓപ്ഷൻ ബി പ്രീവിയസ് ഇയർ, ഓപ്ഷൻ സി കറണ്ട് ഇയർ, ഓപ്ഷൻ ഡി ബേസ് ഇയർ. ഒരു ഇയറിനെ നമ്മൾ ഏത് സെൻസിൽ വേണം കാണേണ്ടത്? അപ്പോൾ നമുക്ക് എന്താണ് ട്രെൻഡ് ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി അതിനെ ബേസ് ഇയർ ആയിട്ട് കാണണം. ബേസ് ഇയർ എപ്പോഴും ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, റെഫറൻസ് പോയിന്റ്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് അനാലിസിസ് നമുക്ക് ഈ ബേസ് ഇയറിന്റെ ബേസിസിൽ നടത്താൻ പറ്റും. അപ്പോൾ ഒരു കമ്പാരിറ്റീവ് പിക്ചർ ആണ് നമുക്ക് ബേസ് ഇയർ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത്, കമ്പാരിറ്റീവ് പിക്ചർ. ഓക്കെ, എപ്പോഴും ബേസ് ഇയറിനെ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു ഐഡിയൽ ഇയർ ആയിരിക്കണം ബേസ് ഇയർ. അധികം ഫ്ലക്ച്വേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു ഇയർ ആയിരിക്കണം ബേസ് ഇയർ. ബേസ് ഇയറിലൊക്കെ ഏറ്റവും മിനിമം ഫ്ലക്ച്വേഷൻസ് മാത്രമേ പാടുള്ളൂ, മിനിമം ഫ്ലക്ച്വേഷൻസ്. ഓക്കെ, മിനിമം ഫ്ലക്ച്വേഷൻസ് മാത്രമുള്ള ഒരു ഇയർ ആയിരിക്കണം ബേസ് ഇയർ. അതല്ലെങ്കിൽ അതിഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് കിട്ടുന്ന ആ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ കിട്ടുന്ന ആ ഒരു റിസൾട്ട് തന്നെ ഒരുപാട് എറേഴ്സ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്.
അടുത്തത് the risk associated with the project and the way by which it is categorized as well diversified investor. അതായത് നമ്മൾ എപ്പോഴും ഒരു പ്രോജക്റ്റിന്റെ കേസ് എടുക്കുമ്പോൾ റിസ്കി എലമെന്റ്സ് അവിടെ വരാൻ ചാൻസ് ഉണ്ടല്ലോ. ആൻഡ് അപ്പോൾ ഈ ഒരു റിസ്കി എലമെന്റ്സ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം ഈ ഒരു ക്വസ്റ്റൻ ആൻസർ ചെയ്യേണ്ടത്. കമ്മിങ് ടു ദ ഓപ്ഷൻസ്, ഓപ്ഷൻ എ ബീറ്റ റിസ്ക്, ഓപ്ഷൻ ബി ഗാമ റിസ്ക്, ഓപ്ഷൻ സി എക്സ്പെക്ടഡ് റിസ്ക് ആൻഡ് ഓപ്ഷൻ ഡി ഇൻഡസ്ട്രി റിസ്ക്. റിസ്ക് അസോസിയേറ്റഡ് വിത്ത് പ്രോജക്ട് ആൻഡ് വേ ബൈ വിച്ച് it is categorized as something different from something else. It is categorized by a well diversified investor. ഒരു ഡൈവേഴ്സിഫൈഡ് ഇൻവെസ്റ്ററിന്റെ കേസാണ് നമ്മൾ എടുക്കുന്നത്. സോ എപ്പോഴും നമ്മുടെ പോർട്ട്ഫോളിയോ എടുക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പോർട്ട്ഫോളിയോ എടുക്കുമ്പോൾ ഈ പോർട്ട്ഫോളിയോയിൽ ഡൈവേഴ്സ് അസെറ്റ്സ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം? ദാറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ലീഡ് ടു റിസ്ക് റിഡക്ഷൻ, അല്ലെ? റിസ്കിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ആൻസർ വരുന്നത് ഇറ്റ് ഈസ് ബീറ്റ റിസ്ക്. ഓക്കെ, അപ്പൊ ബീറ്റ റിസ്ക് കാണിക്കുന്നത് ഒരു പ്രോജക്റ്റിന്റെ സെൻസിറ്റീവ് നേച്ചർ ആണ്. ഹൗ സെൻസിറ്റീവ് എ പ്രോജക്റ്റ് ഇസ്, സെൻസിറ്റീവ് നേച്ചർ ഓഫ് എ പ്രോജക്റ്റ്. അപ്പോൾ ഓവറോൾ മാർക്കറ്റ്സിൽ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് ഫ്ലക്ച്വേഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഈ ഫ്ലക്ച്വേഷൻസ് അനുസരിച്ചിട്ട് നമ്മുടെ ഈ പെർട്ടിക്കുലർ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റ് എത്രമാത്രം സെൻസിറ്റീവ് ആയിരിക്കും ടു ദ ഫ്ലക്ച്വേഷൻസ് ഇൻ ഓവറോൾ മാർക്കറ്റ്, സെൻസിറ്റീവ് ടു ചേഞ്ചസ് ഓർ ഫ്ലക്ച്വേഷൻസ് ഇൻ ഓവറോൾ മാർക്കറ്റ്. ഈ ഒരു ഐഡിയ ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, the compound rate at which a firm has to earn return on its investment in order to pay reasonable return to the investors of fund in the form of interest and or dividend is called dash. Option A capital cost, option B flotation cost, option C procurement cost and option D cost of capital. So ഇവിടെ ആൻസർ വരുന്നത് it's actually cost of capital. അപ്പോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എലമെന്റ് നമുക്ക് അൺഅവോയ്ഡബിൾ ആണ്. സോ ദിസ് വിൽ ഹാപ്പൻ. എപ്പോഴും ഒരു ഫേം അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തുമ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ കൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു സാധനമുണ്ട്, റിട്ടേൺ. ഒരു മിനിമം റിട്ടേൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യും, അല്ലെ? മിനിമം റിട്ടേൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യും. സോ ആഫ്റ്റർ ഇൻട്രസ്റ്റ് പേയ്മെന്റ് കഴിഞ്ഞിട്ടും ഡിവിഡൻഡ് പേയ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടും ഒരു മിനിമം റിട്ടേൺ ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ വ്യക്തി അദ്ദേഹം എക്സ്പെക്ട് ചെയ്യും, isn't it? So here we consider cost of capital. Now, the very purpose for which an organization is existed is called dash. ഒരു ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന പർപ്പസ് ആണ് ചോദിക്കുന്നത്. എന്തിനാണ് ഒരു ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓപ്ഷൻ എ വിഷൻ, ഓപ്ഷൻ ബി സ്ട്രാറ്റജി, ഓപ്ഷൻ സി മിഷൻ ആൻഡ് ഓപ്ഷൻ ഡി പോളിസീസ്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മിഷൻ ഉണ്ടായിരിക്കും, അവർക്ക് കുറച്ച് ഗോൾസ് ഉണ്ടായിരിക്കും, അവർക്ക് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും, അല്ലെ? അവർക്ക് എന്തെങ്കിലും ഒരു കോർ ഐഡിയ ഉണ്ടായിരിക്കും, ഒരു താല്പര്യം ഉണ്ടായിരിക്കും. അപ്പൊ ആ താല്പര്യം അനുസരിച്ചിട്ടായിരിക്കും അവർ പോകുന്നത്. അഗൈൻ അവർക്ക് ഒരു ഗോൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒന്നി കൂടുതൽ ഗോൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ അറ്റൈൻ ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ ഇവർക്കുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ. ദാറ്റ് ഈസ് കോൾഡ് മിഷൻ. നൗ, what is the foundation of blue ocean strategy? ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജിയുടെ മെയിൻ ഐഡിയ എന്താണ്? ഓപ്ഷൻ എ വാല്യൂ ചെയിൻ, ഓപ്ഷൻ ബി വാല്യൂ ഇന്നോവേഷൻ, ഓപ്ഷൻ സി വാല്യൂ ക്രിയേഷൻ ആൻഡ് ഓപ്ഷൻ ഡി വാല്യൂ കോസ്റ്റ് ട്രേഡ് ഓഫ്. ഇവിടെ വാല്യൂ ഇന്നോവേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ദിസ് വിൽ ഫോക്കസ് ഓൺ സം അൺടാപ്ഡ് മാർക്കറ്റ് സ്പേസ്. അൺടാപ്ഡ് മാർക്കറ്റ് സ്പേസ്, ഇതുവരെ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അവിടെ ഒരു പുതിയ തുടക്കം കുറിക്കുന്നതിലാണ് കാര്യം.
ഇന്നോവേഷൻ, ഇൻവെൻഷൻസ്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരേണ്ട ആവശ്യമുണ്ട്. സോ റാദർ ദാൻ കോമ്പീറ്റിംഗ് ഇൻ ദ എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യുന്നേക്കാൾ നല്ലത് rather than competing in existing market എന്ത് ചെയ്യണം? പുതിയ പുതിയ മാർക്കറ്റ് സ്പേസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പുതിയ മാർക്കറ്റ് എറീനാസ് കണ്ടുപിടിച്ചിട്ട് അവിടെ പുതിയ തുടക്കങ്ങൾ കൊണ്ടുവന്നിട്ട് അവിടെ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ഉണ്ടാക്കി എടുക്കുന്നതിൽ ഒരു വലിയ കാര്യമുണ്ട് അല്ലെ? നമ്മൾ ഇത്രയും നാളും മറ്റുള്ളവർ ചെയ്തതിനെ കോപ്പി ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് എന്താണ്? പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നത്. ആ ഒരു ഐഡിയ ആണ് ഇവിടെ പറയുന്നത്. Now, what is activity? Set of institution and process of creating, communicating, delivering and exchanging offerings that have value for customers, clients, partners and society at large. ശ്രദ്ധിച്ചു വായിക്കണം. ഇവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ക്രിയേഷൻ വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, ഡെലിവറി വരുന്നുണ്ട്, ആൻഡ് എക്സ്ചേഞ്ച് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ വരുന്ന ഒരു സെനാറിയെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇവിടെ വാല്യൂ ഫോർ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ഒരു ഐഡിയക്ക് പ്രാധാന്യമുണ്ട്. ക്ലയന്റിന്റെ കേസ്, പാർട്ട്നേഴ്സിന്റെ സ്പേസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. സോ ഓരോരുത്തർക്കും സ്പേസ് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ കാഴ്ചപ്പാടിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അഗൈൻ സൊസൈറ്റി, അൾട്ടിമേറ്റ്ലി സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. സോ വാട്ട് ആർ വി ടോക്കിംഗ് അബൌട്ട്? ഓപ്ഷൻ എ മാർക്കറ്റിംഗ്, ഓപ്ഷൻ ബി മാർക്കറ്റ്, ഓപ്ഷൻ സി സെല്ലിംഗ് ആൻഡ് ഓപ്ഷൻ ഡി അഡ്വർടൈസിങ്. സോ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ തന്നെ ഒരുപാട് ഐഡിയാസ് വരുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് മാർക്കറ്റിംഗ്. അപ്പൊ ഇവിടെ ക്രിയേഷൻ എന്ന് പറയുന്ന എലമെന്റ് വരുന്നുണ്ട്, ഇവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന എലമെന്റ് വരുന്നുണ്ട്, ഡെലിവറി എന്ന് പറയുന്ന എലമെന്റ് വരുന്നുണ്ട്, എക്സ്ചേഞ്ച് എന്ന് പറയുന്ന എലമെന്റ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനെയും ക്ലയൻസിനെയും പാർട്ട്നേഴ്സിനെയും സൊസൈറ്റിയും ഒക്കെ തന്നെ ഒരുമിച്ച് കൊണ്ടുവരാണ്. സോ ദിസ് ഈസ് എ ബ്രോഡർ പിക്ചർ. ദിസ് ഈസ് എ ബ്രോഡ് ഐഡിയ than or concept than the idea of selling. ഐഡിയ ഓഫ് സെല്ലിങ്ങിനെ കാട്ടിയും വിൽപ്പനയെ കാട്ടിയും കുറച്ചും കൂടി ബ്രോഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, when business concerns make marketing decisions by considering consumers' wants and the long run interest of the consumer and general public, they are practicing which of the following principles? അതായത് ബിസിനസ് അവരുടെ മാർക്കറ്റിംഗ് ഡിസിഷൻസ് എടുക്കുമ്പോൾ കൺസ്യൂമറിന്റെ ആവശ്യങ്ങളും കൺസിഡർ ചെയ്യുന്നുണ്ട്, അവരുടെ ലോങ് റൺ ഇൻട്രസ്റ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്, ബിസിനസ്സുകാരുടെ തന്നെ ലോങ് റൺ ഇൻട്രസ്റ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്, കൺസ്യൂമേഴ്സിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്, ജനറൽ പബ്ലിക്കിനെ തന്നെ മൊത്തത്തിൽ അവർ സൊസൈറ്റിയെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏത് പ്രിൻസിപ്പിളിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്? ഓപ്ഷൻ എ നിശ്ചയ മാർക്കറ്റിംഗ്, ഓപ്ഷൻ ബി ഇന്നോവേറ്റീവ് മാർക്കറ്റിംഗ്, ഓപ്ഷൻ സി കൺസ്യൂമർ ഓറിയന്റഡ് മാർക്കറ്റിംഗ് ആൻഡ് ഓപ്ഷൻ ഡി സോഷ്യൽ മാർക്കറ്റിംഗ്. ഏത് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്? ആൻഡ് ദ ഐഡിയ ഈസ് സോഷ്യൽ മാർക്കറ്റിംഗ്. സോഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സോഷ്യലി റെസ്പോൺസിബിൾ മാർക്കറ്റിംഗ് ആണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോഷ്യലി റെസ്പോൺസിബിൾ മാർക്കറ്റിംഗ്. അപ്പോൾ ഒരേ സമയം നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ കൺസ്യൂമറിന്റെ റിക്വയർമെന്റ്സിനും അവരുടെ ലോങ് ടേം ഇൻട്രസ്റ്റിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുകയാണ്. ലോങ് ടേം ഇൻട്രസ്റ്റ് അല്ലേ? ഇപ്പൊ ബിസിനസ്സുകാരുടെ മാത്രം ലോങ് ടേം ഇൻട്രസ്റ്റ് അല്ല, കൺസ്യൂമേഴ്സിന്റെ ലോങ് ടേം ഇൻട്രസ്റ്റിനും ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് സൊസൈറ്റൽ മാർക്കറ്റിംഗ്. ഒരു സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള, ഒരു സൊസൈറ്റിയുടെ വെൽഫെയറിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വേ ഓഫ് മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾ ആണ്, അല്ലെങ്കിൽ ഒരു വേ ഓഫ് മാർക്കറ്റിംഗ് മെക്കാനിസത്തിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, next, in an accounting system, document which supports journal entries is classified as dash. ജേർണൽ എൻട്രീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഡോക്യുമെന്റിനെ പറയുന്ന പേരാണ്, അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ അതിനെ വിളിക്കുന്ന പേര്. ഓപ്ഷൻ എ സോഴ്സ് ഡോക്യുമെന്റ്, ഓപ്ഷൻ ബി ജേർണൽ, ഓപ്ഷൻ സി ലെഡ്ജർ, ഓപ്ഷൻ ഡി ഓഡിറ്റ് റിപ്പോർട്ട്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഇസ് സോഴ്സ് ഡോക്യുമെന്റ്. സോഴ്സ് ഡോക്യുമെന്റ് ആണ്
ആക്ച്വലി ഈ ഒരു സോഴ്സ് ഡോക്യുമെന്റ് ട്രാൻസാക്ഷന് പ്രൂഫ് ഒക്കെ കൊടുക്കും. വിൽ ഗീവ് പ്രൂഫ് ടു ട്രാൻസാക്ഷൻ ഓർ പ്രൂഫ് ഓഫ് ട്രാൻസാക്ഷൻ വിൽ ബി ഗിവൻ ഹിയർ. ഓക്കെ, ട്രാൻസാക്ഷന് പ്രൂഫ് ഒക്കെ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. നമ്മൾ ട്രാൻസാക്ഷൻ, ഓരോ ട്രാൻസാക്ഷൻ നടത്തപ്പോഴും പ്രൂഫ് വേണമല്ലോ. അത് എന്നാൽ മാത്രമല്ലേ തിങ്സ് വിൽ ബി ട്രാൻസ്പെറന്റ്, അല്ലെ? എല്ലാം ട്രാൻസ്പെറന്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ നമുക്കിത് വേണം. Now, the difference between final sales value and separable cost is equal to. Final sales value ന്റെയും separable cost ന്റെയും ആ ഒരു വ്യത്യാസം, ആ ഒരു ഡിഫറൻസ് എന്താണ്? ഓപ്ഷൻ എ പ്രോഫിറ്റ് മാർജിൻ, ഓപ്ഷൻ ബി നെറ്റ് റിയലൈസബിൾ വാല്യൂ, ഓപ്ഷൻ സി ഗ്രോസ് റിയലൈസബിൾ വാല്യൂ ആൻഡ് ഓപ്ഷൻ ഡി ഗ്രോസ് മാർജിൻ. ഇവിടെ കറക്റ്റ് ആൻസർ ഇസ് നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണ്. So what is it? The amount that could be realized. Amount that could be realized. Realized from sale of an asset. Sale of an asset. ഒരു അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എമൗണ്ട്, ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു അസറ്റ്, വാട്ട് എവർ അസറ്റ് ഓർ പ്രോഡക്റ്റ് ഓർ വാട്ട് എവർ, ഇതിന്റെ ഒരു വിൽപ്പന നടക്കുമ്പോൾ നമുക്ക് എന്തോരം എമൗണ്ട് ഇത് റിയലൈസ് ചെയ്ത് എടുക്കാൻ പറ്റും, നമുക്ക് എത്രമാത്രം ആ ഒരു റിയലൈസേഷൻ പോസിബിലിറ്റി ഇവിടെ വരുന്നുണ്ട് എന്നുള്ള ഒരു ഐഡിയ ആണ് ഈ നെറ്റ് റിയലൈസബിൾ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Now, a simultaneous purchase and sale of foreign exchange for two different dates is known as. Simultaneous ആയിട്ട് ഫോറിൻ എക്സ്ചേഞ്ചിനെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുകയാണ്. പക്ഷെ ഡേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് ഡേറ്റ് ആണ്. ടു ഡിഫറെന്റ് ഡേറ്റ്സ്. ടു ഡേറ്റ്സ് ആർ കമ്മിങ്. അപ്പോ പർച്ചേസ് നടക്കുന്നു, സെയിൽ നടക്കുന്നു, പക്ഷെ രണ്ട് വ്യത്യസ്ത ദിവസങ്ങൾ വരുന്നുണ്ട്. ആൻഡ് ഓപ്ഷൻസ്: Option A currency devaluation, option B currency swap, option C currency arbitrage, and option D change currency. So ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കറൻസി സ്വാപ്പ് ആണ്. ഓക്കെ, കറൻസി സ്വാപ്പ് ആണ്. അപ്പൊ കറൻസി സ്വാപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് ഡേറ്റ്സ് വരുന്നുണ്ട്, രണ്ട് പാർട്ടീസ് ഇൻവോൾവ് ആയിട്ടുണ്ട്. ഒരാൾ വിൽക്കുന്നു, ഒരാൾ വാങ്ങുന്നു. ഓക്കെ, രണ്ട് ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് സെയിലിന്റെ ദിവസം, ഒന്ന് പർച്ചേസിന്റെ ദിവസം, ഇങ്ങനെ രണ്ട് ഡേറ്റ്സ് ആണ് വരുന്നത്. അപ്പോ ഇവിടെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഡെഫിനറ്റ്ലി ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ എന്താണ്? പർച്ചേസും സെയിലും ഒരുമിച്ച് കൺസിഡർ ചെയ്യണം. പക്ഷെ രണ്ട് ദിവസമാണ്, രണ്ട് പാർട്ടീസും വരുന്നുണ്ട്, ഒരാൾ സെല്ലറും ഒരാൾ ബയറും. Now, what is Pradhan Mantri Suraksha Bima Yojana PMSBY? Option A, educational insurance cover. Option B, industrial insurance cover. Option C, life insurance cover. And option D, accidental insurance cover. പ്രധാൻ മന്ത്രി സുരക്ഷ ബീമ യോജന എന്താണ് എന്നുള്ളതാണ്. പ്രധാനമന്ത്രി സുരക്ഷ ബീമ യോജന എന്ന് പറഞ്ഞപ്പോൾ ആക്സിഡന്റ് ഇൻഷുറൻസ് കവർ ആണ്. ഇവിടെ ഡെഫിനറ്റ്ലി റിസ്ക് എലമെന്റ് കുറയ്ക്കുക എന്നുള്ള ഒരു ഇന്റൻഷൻ ഗവൺമെന്റിനുണ്ട്. അതേപോലെ തന്നെ ഡെത്തും ഡിസബിലിറ്റിയും വരപ്പോൾ ഒരു റിസ്ക് കവറേജ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡെത്തിന്റെ കേസിലും ആൻഡ് ഡിസബിലിറ്റിയുടെ കേസിലും എന്താണ്? റിസ്ക് കവറേജ് ആണ് ഗവൺമെന്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് അപ്പോൾ ഈ ഒരു പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജനയുടെ ഭാഗമാകാനായിട്ട് എലിജിബിൾ ആയിട്ട് വരുന്നത് വുഡ് ബി പീപ്പിൾ ബിറ്റ്വീൻ 18 to 70 years of age. 18 to 70 years of age. 18നും 70നും വയസ്സിനിടയിലുള്ള ആൾക്കാർക്കാണ് ഇവിടെ യോഗ്യത വരുന്നത്. ആൻഡ് ഓൾസോ ഇത് മാത്രം പോരാ, നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ വേണം, ആൻഡ് ദാറ്റ് ഈസ് എ ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടും വേണം. എടുത്ത് പറയുന്ന കാര്യമാണ് കേട്ടോ.
അപ്പോൾ മനസ്സിലായല്ലോ, പ്രധാനമന്ത്രി സുരക്ഷ ബീമ യോജന. ഇതിന്റെ സ്പെസിഫിക്കേഷൻസും കൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഏജ് ലിമിറ്റ് ആൻഡ് ഓൾ. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇവിടെ ബാങ്ക് അക്കൗണ്ടും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഫാക്ടറാണ്. അടുത്തത്, which one of the following is not an object of Atal Pension Yojana APY? APY ഇല്ലാത്ത കാര്യമാണ് ചോദിക്കുന്നത്. Option A, fixed pension is paid on attaining the age of 80 years. Option B, fixed pension is paid on attaining the age of 60 years. Option C, encourage workers to voluntarily save their retirement. Option D, provide social security to unorganized sector. Appo correct answer, fixed pension is paid on attaining the age of 18 years. See, we're talking about not objective of Atal Pension Yojana. Atal Pension യോജനയുടെ ഭാഗമല്ലാത്ത ഒരു കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫിക്സഡ് പെൻഷൻ ഫാക്ടർ തന്നെയാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എടുക്കുന്ന ഏതാണ്? 60 ഇയേഴ്സ് ആണ് അല്ലെ? 60 ഇയേഴ്സ്, ആഫ്റ്റർ 60 ഇയേഴ്സ് ആണ് നമ്മൾ ഇവിടെ അടൽ പെൻഷൻ യോജനയ്ക്ക് കൺസിഡർ ചെയ്യുന്നത്. സോ ഒരു ഇൻകം സെക്യൂരിറ്റി ആണ്, എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്ക് ഉള്ള ഒരു ഇൻകം സെക്യൂരിറ്റി മെത്തേഡ് ആയിട്ടാണ് നമ്മൾ ഈ അടൽ പെൻഷൻ യോജനയെ കൺസിഡർ ചെയ്യുന്നത്. അടുത്തത്, repo rate refers to rate at which dash. Option A, bills are discounted by RBI. Option B, RBI borrows short-term money from markets. Option C, banks keep money with RBI. And option D, the rate at which commercial banks should lend money to RBI. അപ്പോൾ എന്താണ് റെപ്പോ റേറ്റ്? Here we consider bills are discounted by RBI. RBI ബിൽസ് ഡിസ്കൗണ്ട് ചെയ്യുന്ന ഒരു കേസാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? കമേഴ്ഷ്യൽ ബാങ്ക്സ് വിൽ ബി ബോറോയിങ് ഫ്രം RBI അല്ലെ? കമേഴ്ഷ്യൽ ബാങ്ക്സിന് RBI പോയിട്ട് ബോറോ ചെയ്യാൻ പറ്റും. ക്യാൻ ബോറോ ഫ്രം RBI അല്ലെ? കമേഴ്ഷ്യൽ ബാങ്ക്സ് RBI പോയി ബോറോ ചെയ്യപ്പം നമ്മുടെ RBI ചാർജ് ചെയ്യുന്ന ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എന്ത്? ഈ ഒരു റെപ്പോ റേറ്റ്. ഓക്കെ, സോ മോസ്റ്റ്ലി ദിസ് വിൽ ബി മെയിൻ ഫോർ ഷോർട്ട് ടേം റിക്വയർമെന്റ്സ്. ഷോർട്ട് ടേം റിക്വയർമെന്റ്സിൽ വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്. അഗൈൻ ഈ ഒരു റെപ്പോ റേറ്റിലും കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇക്കോണമിയിലെ മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യാനൊക്കെ അല്ലെങ്കിൽ മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യാനൊക്കെ നമ്മുടെ RBIക്ക് പറ്റും. Minimum alternate tax MAT 115 JB of income tax act is applicable on dash. Option A, all types of companies. Option B, certain companies. Option C, partnership firms. And option D, association persons. അപ്പോൾ ഈ മിനിമം ഓൾട്ടർനേറ്റ് ടാക്സിന്റെ കേസ് പറയുമ്പോൾ അത് എല്ലാ കമ്പനീസിനും ആപ്ലിക്കബിൾ അല്ലല്ലോ. ദിസ് വുഡ് ബി ആപ്ലിക്കബിൾ വെൻ ഇറ്റ് കംസ് ടു certain companies. ചില കമ്പനീസിന് മാത്രമാണ് ഇത് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഏതാണ് ഇത്? റൈറ്റ് ആൻസർ ഇസ് പറഞ്ഞു, certain companies ആണ്. certain companies എന്ന് പറയുമ്പോൾ ഇവിടെ ഇവരുടെ പ്രോഫിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം, അത് ഒരു ഫാക്ടറാണ്. ആൻഡ് ഓൾസോ വി ഹാവ് ടു കൺസിഡർ അവരുടെ ടാക്സബിൾ ഇൻകം അല്ലെങ്കിൽ അവരുടെ ടാക്സ് എബിലിറ്റി. ലെറ്റ് ഇറ്റ് ബി ടാക്സബിൾ ഇൻകം, അത് തന്നെയാണ് ആ ടേം ടാക്സബിൾ ഇൻകം. അതായത് അവരുടെ എത്ര ഇൻകത്തിൽ നമുക്ക് ടാക്സ് കൊണ്ടുവരാൻ പറ്റും, ടാക്സ് ചുമത്താനായിട്ട് പറ്റും. അപ്പൊ ഈ രണ്ട് ഫാക്ടേഴ്സും അനുസരിച്ചിട്ടാണ് ഈ ഒരു മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ taking you to the next question. The first man who advocated the view that the management should and can be taught is option A, Mark Parker Follett. Option B, Elton Mayo. Option C, Henry Fayol. And option D, Harold Woods. അപ്പോൾ മാനേജ്മെന്റിനെ മാനേജ്മെന്റിന് നമുക്ക്
പഠിക്കാനും ഒക്കെ പറ്റും എന്നുള്ള ഒരു ഐഡിയ കൊണ്ടുവന്നിട്ടുള്ള ആ വ്യക്തിയുടെ പേരാണ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് ഹെൻറി ഫയോൾ. അപ്പൊ ഹെൻറി ഫയോൾ എന്ന് പറയുമ്പോൾ ദിസ് പേഴ്സൺ ഇസ് എ ഫ്രഞ്ച് മാൻ. അദ്ദേഹം ഒരു മാനേജ്മെന്റ് തിയറിസ്റ്റ് ആണ്. മാനേജ്മെന്റ് തിയറിസ്റ്റ്. ഓക്കെ, സോ ഇദ്ദേഹമാണ് നമ്മുടെ ഈ മാനേജ്മെന്റിന്റെ ആ ഒരു റിക്വയർമെന്റിനെ പറ്റിയിട്ട് പറഞ്ഞത്. യെസ്. അപ്പോ നെക്സ്റ്റ്, coming to the next question, esprit de corps means dash. Option A, consumer beware. Option B, service is our moth. Option C, product is our strength. And option D, union is strength. Definitely it is talking about union is strength. So ഇവിടെ നമ്മൾ പറയുന്നത് തന്നെ the requirement to go for harmony. ഹാർമണിയുടെ നീഡിനെ പറ്റിയിട്ടാണ് പറയുന്നത്. So we talk about team spirit. ടീം സ്പിരിറ്റ്. അപ്പോൾ എപ്പോഴും നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നു, അപ്പോൾ അഗൈൻ ഫുട്ബോൾ കളിക്കുന്നു, അപ്പൊ നമ്മൾ ടീമായിട്ടാണ് കളിക്കുന്നത് അല്ലെ. സോ വി ഷുഡ് ഹാവ് കോപ്പറേഷൻ. പല മെമ്പേഴ്സിന്റെ ഇടയിൽ എന്ത് വേണം? കോപ്പറേഷൻ വേണം. അപ്പോൾ ആരെങ്കിലും ഒരാൾ നേരെ കളിച്ചിട്ടില്ലെങ്കിൽ ആ ഗെയിമിൽ ഒരു പെർട്ടിക്കുലർ ടീം തോക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഹാർമണിയും അതേപോലെ തന്നെ ടീം സ്പിരിറ്റും അതേപോലെ തന്നെ ഓർഗനൈസേഷൻ ഗോളും ഒക്കെ വളരെ പ്രാധാന്യമാണ്. ഇപ്പൊ ഓർഗനൈസേഷൻ ഗോൾ എന്ന് പറയുമ്പോൾ ഈ ആ ഒരു ഓർഗനൈസേഷനിൽ എല്ലാവരും ആ ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കണം അല്ലെ. Now, a system of cooperative activities of 2 or more persons is called. കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അവിടെ ഒരാളെ മാത്രം വെച്ചാൽ കോപ്പറേഷൻ ആവില്ലല്ലോ. ഒന്നുകിൽ 2 പേര് അല്ലെങ്കിൽ 2ൽ കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ സെൻട്രൽ, ഓപ്ഷൻ ബി ഓർഗനൈസേഷൻ, ഓപ്ഷൻ സി കോർഡിനേഷൻ ആൻഡ് ഓപ്ഷൻ ഡി മാനേജ്മെന്റ്. കറക്റ്റ് ആൻസർ ഹിയർ ഇസ് ഓർഗനൈസേഷൻ. അപ്പോ നമ്മളിവിടെ പറയുന്നത് ഓർഗനൈസേഷൻസ് പറയുമ്പോൾ പല ഡിപ്പാർട്ട്മെന്റ്സ് കാണും. വി മൈറ്റ് ബി ഹാവിങ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെ. ഈ പല ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിൽ ഒരു കണക്ഷൻ വേണം. ഈ കണക്ഷൻ ഇല്ലെങ്കിൽ അതിഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവും. ഇപ്പൊ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് മിനിസ്ട്രീസ് ഉണ്ട്. ഇപ്പൊ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ വേണം. നമുക്ക് എഡ്യൂക്കേഷൻ വേണം, ഹെൽത്ത് വേണം, അങ്ങനെ കുറെ കാര്യങ്ങൾ വേണം. അപ്പോൾ ഈ ഒരുപാട് മിനിസ്ട്രീസ് തമ്മിൽ ഒരു അസോസിയേഷൻ ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഇവരെടുക്കുന്ന എഫേർട്സ് ഒക്കെ തന്നെ ഇൻഎഫക്റ്റീവ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പോൾ അത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. സോ ഒരു ഹാർമണി വേണം. അതിനോടൊപ്പം തന്നെ ഓർഗനൈസേഷന്റെ പല ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിൽ ഒരു ഹാർമണി വേണം, കണക്ഷൻ വേണം, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം, തമ്മിൽ കാര്യങ്ങൾ പറയണം, ഷെയർ ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. ഇവിടെ ഡിസ്കഷൻസിനൊക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട്. Why? Because we need to have something called efficient results. Efficient results വരാനായിട്ട് അതിന്റെ ഇതൊക്കെ അത്യാവശ്യമാണ്. Now, next. Goals, aims, purpose, mission and targets are collectively called. അപ്പൊ ഇതിനെല്ലാം കൂടെ നമ്മൾ ഒരു പേരിൽ വിളിക്കും. അത് എന്താണ് എന്നാണ്. ഗോൾസിനെയും എയിംസിനെയും പർപ്പസിനെയും മിഷനെയും ടാർഗറ്റ്സിനെയും എല്ലാം കൂടെ ഒരു പേരിൽ വിളിക്കും. വാട്ട് ഇസ് ദാറ്റ്? ഓപ്ഷൻ എ സ്ട്രാറ്റജീസ്, ഓപ്ഷൻ ബി റൂൾസ്, ഓപ്ഷൻ സി ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഓപ്ഷൻ ഡി വിഷൻ. The right answer is objectives. അപ്പോ ഇവിടെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. സോ വി ഹാവ് ടു കൺസിഡർ സം സ്പെസിഫിക് ഔട്ട്കംസ്. അല്ലെ. അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ വരുന്നു. നമുക്ക് എന്താണ് അറ്റൈൻ ചെയ്യേണ്ടത്, നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മുടെ ഈ ലക്ഷ്യം അറ്റൈൻ ചെയ്യുന്നതിൽ നമ്മുടെ പർപ്പസ് എന്താണ്, അപ്പൊ നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ലക്ഷ്യത്തിലേക്ക് പോകുന്നത്, ഇതെല്ലാം തന്നെ ഈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ഏരിയയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. Now,
The subordinate is given with the authority to do all the functions in the department is called. Option A, work allocation. Option B, general delegation. Option C, specific delegation. And option D, formal delegation. അപ്പോൾ ഒരു സബോർഡിനേറ്റിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും സബോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ സബോർഡിനേറ്റ് എന്ന് പറയുന്ന ഒരു വേർഡിൽ തന്നെ നമ്മൾ എപ്പോഴും അതോറിറ്റി മാത്രമല്ല കാണുന്നത്. ചിലപ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് വരും. സോ ഇവിടെ നമ്മുടെ ആൻസർ ജനറൽ ഡെലിഗേഷൻ ആണ്. ഉത്തരവാദിത്തം കൊടുക്കുകയാണ്. ഹാൻഡിങ് ഓവർ ദ റെസ്പോൺസിബിലിറ്റി അല്ലെ, ഹാൻഡിങ് ഓവർ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം വിട്ടുകൊടുക്കുകയാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് എല്ലാ റൈറ്റ്സും വിട്ടുകൊടുക്കുകയാണോ, എല്ലാ ഫ്രീഡവും വിട്ടുകൊടുക്കുകയാണോ? ഒരിക്കലല്ല. കുറച്ച് ലിമിറ്റേഷൻസും കൂടെ ഇവിടെ വരുന്നുണ്ട്. കുറെ കാര്യങ്ങൾ വിട്ടുകൊടുക്കുന്നുമില്ല അല്ലെ. അതും മനസ്സിലാക്കണം. Now, next question. The concept of management accounting was coined by dash. ആരാണ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഒരു ഐഡിയ കൊണ്ടുവന്നിട്ടുള്ളത്? ഓപ്ഷൻ എ ആർ.എൽ. ഗുപ്ത, ഓപ്ഷൻ ബി ആർ.എൻ. ആന്റണി, ഓപ്ഷൻ സി ജെയിംസ് എച്ച് ബ്ലിസ് ആൻഡ് ഓപ്ഷൻ ഡി ജെ ബാറ്റി. So right answer is James H. Bliss. Okay. അപ്പൊ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു ഐഡിയയിൽ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് അല്ലെ. ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലാനിങ് വരുന്നുണ്ട്, ഇവിടെ ഡിസിഷൻ മേക്കിംഗ് വരുന്നുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. അപ്പോ ഇൻഫോർമേഷൻ ടു മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ഐഡിയയിലാണ്, ആ ഒരു പെർട്ടിക്കുലർ വർക്കിലാണ് 1923 ഇൻഫോർമേഷൻ ടു മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു വർക്കിലാണ് ഈ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ കോയിൻ ചെയ്തത്, അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. Now, GST is a consumption of goods and service tax based on dash. GST എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്. This is goods and service tax. Goods and services tax. ഈ GST എങ്ങനെയുള്ള ടാക്സ് ആണ്? എന്തിന്റെ ബേസിസിലാണ് വരുന്നത്? ഓപ്ഷൻ എ ഡെവലപ്മെന്റ്, ഓപ്ഷൻ ബി ഡെസ്റ്റിനേഷൻ, ഓപ്ഷൻ സി ഡ്യൂറേഷൻ, ഓപ്ഷൻ ഡി ഡെസ്റ്റിനി. അപ്പോൾ GST is all about destination based tax. So destination കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് എന്താണ്? സെയിൽസ് എവിടെയാണ് നടക്കുന്നത്? Where is sale happening? അല്ലെ. ഒരു കമ്മോഡിറ്റി എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത്, ഇത് എവിടെ സെല് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഡെസ്റ്റിനേഷൻ പറയുന്നത് പോയിന്റ് ഓഫ് സെയിൽ, എവിടെയാണ് കമ്മോഡിറ്റി സെല് ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയ ആണ്. Now, the next question. Examining of past performance, exploring alternative and future planning. എന്താണ്? ഓപ്ഷൻ എ ഡിസൈഡിങ്, ഓപ്ഷൻ ബി എക്സ്പ്ലോറിങ്, ഓപ്ഷൻ സി ഓൾട്ടർനേറ്റീവ് ആൻഡ് ഓപ്ഷൻ ഡി ലേണിംഗ്. ഇതിൽ ഏതാണ് വരുന്നത്? കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. പാസ്റ്റ് പെർഫോമൻസ് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കണം. പാസ്റ്റ് പെർഫോമൻസ് മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പാസ്റ്റിലെ മിസ്റ്റേക്സും മനസ്സിലാക്കുകയാണ് അല്ലെ. എക്സ്പ്ലോറിങ് ഓൾട്ടർനേറ്റീവ്, ഇപ്പോൾ ഒരു മാർഗം അല്ലെങ്കിൽ വേറൊരു മാർഗം നമ്മൾ കൺസിഡർ ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് സെറ്റ് ചെയ്യാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ലേണിംഗ്. നമ്മൾ ഓരോ സ്റ്റേജിലും പഠിച്ച് വരികയാണ്. ലേണിംഗ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. Now, the next question. Graph which plots series of successive observations of specific procedure
operation or step at regular time interval is called dash. ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഗ്രാഫിന്റെ സെനാറിയോ ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ പ്ലോട്ട് ചെയ്യുന്ന എന്തൊക്കെയാണ്? സീരീസ് ഓഫ് സക്സസീവ് ഒബ്സർവേഷൻസ് ഓഫ് സ്പെസിഫിക് പ്രൊസീജിയർ. ഏതോ സ്പെസിഫിക് പ്രൊസീജിയറിന്റെ ഒബ്സർവേഷൻസ് റെഗുലർ ടൈം ഇന്റർവെല്ലിൽ ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. അഗൈൻ ഓപ്ഷൻ എ control chart, option B Pareto diagram, option C pie chart, and option D Gantt chart. It is control chart. Option A control chart. And answer so ഇവിടെ നമ്മൾ നോക്കുന്നത് we will be monitoring progress over time. Okay. ഓവർ ടൈമിലെ പ്രോഗ്രസ് എങ്ങനെ ആയിരുന്നു എന്ന് നമ്മൾ നോക്കിയിട്ട് ഈ പ്രോഗ്രസ്സിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിറ്റക്ട് ചെയ്യും. അതിനുള്ള പോസിബിലിറ്റി കൺട്രോൾ ചാർട്ട് നമുക്ക് തരും. Now next, the difference between the price that consumers pay and the price that they are willing to pay. അത് ഒരു കമ്മോഡിറ്റി നമ്മൾ മാർക്കറ്റിൽ വാങ്ങാൻ പോകുമ്പോൾ ഒരു കൺസ്യൂമർ യഥാർത്ഥത്തിൽ ആ കമ്മോഡിറ്റിക്ക് കൊടുക്കുന്ന പ്രൈസും അദ്ദേഹം എത്രമാത്രം പ്രൈസ് ആ കമ്മോഡിറ്റിക്ക് കൊടുക്കാൻ വില്ലിങ് ആയിട്ടുണ്ട് എന്നുള്ളതും, ഈ രണ്ട് പ്രൈസസും തമ്മിലുള്ള വ്യത്യാസത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നതാണ്? ഓപ്ഷൻ എ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ, ഓപ്ഷൻ ബി കൺസ്യൂമർ ഓറിയന്റേഷൻ, ഓപ്ഷൻ സി കൺസ്യൂമർ സർപ്ലസ്, option D consumer protection. The right answer is consumer surplus. So which is the difference between what consumer is willing to pay and actually paid or actual pay. യഥാർത്ഥത്തിൽ നമ്മൾ പൈസ എത്ര കൊടുക്കുന്നു, പക്ഷെ എത്ര കൊടുക്കാൻ നമ്മൾ വില്ലിങ് ആണ് എന്നുള്ളത് അനുസരിച്ചിട്ടാണ് കൺസ്യൂമർ സർപ്ലസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Now, the practice where only extraordinary or non-routine matters are referred to top management and all routine and day-to-day matters are handled at lower level management is called dash. Option A management by objectives, option B management by accounting, option C management by efficiency, and option D management by exception. The correct answer is management by exception. എന്താണ്? എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ, സോ അൺയൂഷ്വൽ ആയിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരുപാട് റിസ്ക് ഒക്കെ വരുന്ന അല്ലെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഇത് ഡീൽ ചെയ്യുന്ന ആരാണ്? ടോപ്പ് മാനേജ്മെന്റ്. പക്ഷെ ഡേ ടു ഡേ മാറ്റേഴ്സ്, യൂഷ്വൽ ഓർ ഡേ ടു ഡേ മാറ്റേഴ്സ് ഇത് ഡീൽ ചെയ്യുന്ന ആരാണ്? ഇത് ബോട്ടം ലെവൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ലോവർ ലെവൽ മാനേജ്മെന്റ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. Now, the international capital market is also called dash. International level capital market നമ്മൾ വിളിക്കുന്ന പേരാണ്, വേറെ പേര്. Option A euro market, option B money market, option C dollar market, and option D pound market. It is euro market. Okay. അപ്പോൾ നമ്മൾ എക്രോസ് ബോർഡേഴ്സിന്റെ കാര്യമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എക്രോസ് ബോർഡേഴ്സ് അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ മാർക്കറ്റിന്റെ പെർസ്പെക്റ്റീവ് ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഒരു ഇന്റർനാഷണൽ മാർക്കറ്റ്. ദിസ് ഇസ് യൂറോ മാർക്കറ്റ്. Now, the tax that a business pays on a purchase and that it can use to reduce its tax liability. ഒരു ബിസിനസ് പർച്ചേസിന് കൊടുക്കുന്ന ടാക്സ്
ആണ് നമ്മളിവിടെ എടുക്കുന്നത്. അഗൈൻ ഈ ഒരു ടാക്സ് വെച്ച് നമ്മൾ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആൻഡ് വെൻ ഇറ്റ് മേക്സ് സം സെയിൽ നടക്കുന്ന സമയത്തിന്റെ കേസാണ്, അല്ലെങ്കിൽ സെയിലിനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. വാട്ട് ഇസ് ദാറ്റ്? ടാക്സ് പിരമിഡ്, കാസ്കേഡിംഗ് ഇഫക്റ്റ്. Option A, tax pyramid. Option B, cascading effect. Option C, input tax credit. And option D, tax holiday. So we are referring to input tax credit. So നമുക്ക് ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ടാക്സ് ലയബിലിറ്റി എന്ത് ചെയ്യാനാണ്, എങ്ങനെ കുറയ്ക്കാം എന്നാണ് നമ്മൾ റാഷണൽ ആയിട്ടുള്ള ഓരോരുത്തരും തീരുമാനിക്കുന്നത്, അല്ലേ? So here we claim credit for tax paid. So ടാക്സ് ഓൾറെഡി അടച്ച ടാക്സിന്റെ ക്രെഡിറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കേസും കൂടെ ഇവിടെ കൺസിഡർ ചെയ്യണം കേട്ടോ. Now, in cash flow estimation, depreciation shelters companies income from dash. Cash flow estimation നോക്കുമ്പോൾ depreciation element എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതാണ്. Option A, taxation. Option B, discounts. Option C, salvages. And option D, expansion. C, ഇവിടെ ടാക്സേഷൻ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ഇവിടെ ടാക്സിബിൾ ഇൻകം കുറയുകയാണെന്ന് വിചാരിക്കാം. ടാക്സിബിൾ ഇൻകം കുറയുകയാണെന്ന് വിചാരിക്കാം. സോ വാട്ട് ഇസ് ടാക്സിബിൾ ഇൻകം? ഏത് ഇൻകത്തിലാണോ നമുക്ക് ടാക്സ് കൊണ്ടുവരാൻ പറ്റുന്നത്, സോ ആ ഒരു ഇൻകം കുറയുകയാണ്. സോ ടാക്സിബിൾ ഇൻകം കുറയ്ക്കുന്നത് വഴി depreciation will be, depreciation എന്ത് ചെയ്യും? depreciation എന്ത് ചെയ്യാൻ പറ്റും? depreciation can reduce the tax liability. depreciation ടാക്സ് ലയബിലിറ്റിയെ കുറയ്ക്കാൻ പറ്റും, അല്ലെ? ടാക്സ് ലയബിലിറ്റി എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ടാക്സേഷനും ഡെപ്രീസിയേഷനും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ആണ് നമുക്കിവിടെ കണക്കാക്കാൻ പറ്റുന്നത്. Now, contingencies and events occurring after balance sheet date are dealt with dash. അതായത് ബാലൻസ് ഷീറ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് നടക്കുന്ന കണ്ടിജൻസീസും ഇവന്റ്സും ഒക്കെ നമ്മൾ എവിടെയാണ് കൺസിഡർ ചെയ്യുന്നത്, ഏത് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഓപ്ഷൻ എ AS1, ഓപ്ഷൻ ബി AS4, ഓപ്ഷൻ സി AS6, ഓപ്ഷൻ ഡി AS12. The right answer is AS4. അപ്പോൾ again, when it comes to AS, നമ്മൾ എന്തിനെയാണ് വിളിക്കുന്നത്? AS എന്ന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഓക്കെ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 4 അനുസരിച്ചിട്ടാണ് കണ്ടിജൻസീസും ഇവന്റ്സും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ, അഗൈൻ ബാലൻസ് ഷീറ്റിന്റെ ആ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നടക്കുന്ന കണ്ടിജൻസീസും ഇവന്റ്സിന്റെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ ഈ AS4 അനുസരിച്ചിട്ടാണ് ഡീൽ ചെയ്യുന്നത്. Yes. When a person legally exploits the tax system to reduce tax liabilities, it is called dash. Option A, tax evasion. Option B, tax management. Option C, tax avoidance. Option D, tax reduction. ലീഗലി അദ്ദേഹം, ഒരു വ്യക്തി, ടാക്സിന്റെ പോസിബിലിറ്റീസ് നോക്കിയിട്ട് ടാക്സ് സിസ്റ്റത്തിന്റെ ആ ഒരു സെനാറിയോ യൂസ് ചെയ്യുകയാണ്. ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ടാക്സ് സിസ്റ്റം അല്ലെങ്കിൽ ടാക്സിന്റെ ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ടാക്സിന്റെ ആ ഒരു സ്ട്രക്ചറിനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം ലീഗലി നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുന്ന ആ രീതിയെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? ഇറ്റ് ഈസ് ടാക്സ് അവോയ്ഡൻസ്. അപ്പോൾ സി, ടാക്സ് അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഇവേഷൻ അല്ല. ടാക്സ് ഇവേഷൻ ഇസ് ഇലീഗൽ. ഇത് ഇലീഗൽ ആണ്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇദ്ദേഹം ഇവിടെ ലീഗലായിട്ട് ഗവൺമെന്റ് പറയുന്ന രീതി അനുസരിച്ചിട്ട് പോയിട്ട് എങ്ങനെ നമുക്ക് ടാക്സ് കുറയ്ക്കാൻ പറ്റും, ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാൻ പറ്റും എന്നാണ് നോക്കുന്നത്. സോ ഇത് തമ്മിലുള്ള വ്യത്യാസം മറക്കരുത്. Now, the situation where the aggregate of the par value of its shares and debentures exceeds the true value of its fixed assets. അതായത്
ഒരു സെനാറിയോ പറ്റിയിട്ടാണ് പറയുന്നത്. അഗ്രിഗേറ്റ് പാർ വാല്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ട്രൂ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റിനേക്കാൾ കൂടുന്ന ഒരു സെനാറിയോനെ നമ്മൾ എന്തെന്ന് വിളിക്കും? എന്താണ് അതിനെ വിളിക്കുന്ന പേര്? ഓപ്ഷൻ എ ഓവർ ക്യാപിറ്റലൈസേഷൻ, ഓപ്ഷൻ ബി ഒപ്റ്റിമം ക്യാപിറ്റൽ മിക്സ്, ഓപ്ഷൻ സി അണ്ടർ ക്യാപിറ്റലൈസേഷൻ ആൻഡ് ഓപ്ഷൻ ഡി നെഗറ്റീവ് ക്യാപിറ്റലൈസേഷൻ. എന്താണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്? വി കോൾ ഇറ്റ് ആസ് ഓവർ ക്യാപിറ്റലൈസേഷൻ. അപ്പോ ലോവർ റിട്ടേൺസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം, ലോവർ റിട്ടേൺസ് ഒക്കെ വരുന്ന സമയത്ത് അവിടെ എന്താണ്? ഒരു ഓവർ ഫണ്ടിങ് ആയിരിക്കും അല്ലേ വരുന്നത്? ഓവർ ഫണ്ടഡ് സെനാറിയോ ആണ് വരുന്നത്. ഇവിടെ അഗ്രിഗേറ്റ് പാർ വാല്യൂ എക്സീഡ് ചെയ്യാണ്, അത് മോർ ആണ്, കൂടുതലാണ്. അഗ്രിഗേറ്റ് പാർ വാല്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, ഇത് ഫിക്സഡ് അസറ്റിന്റെ പാർ വാല്യൂവിനേക്കാളും, ട്രൂ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സിനേക്കാളും കൂടി വരുന്ന ഒരു സെനാറിയോ ആണ്. ഫിക്സഡ് അസറ്റിന്റെ പാർ വാല്യൂല് ട്രൂ വാല്യൂ, അത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ, അതായത് അഗ്രിഗേറ്റ് സെനാറിയോയില് നമ്മൾ നോക്കുമ്പോൾ അഗ്രിഗേറ്റ് ഓഫ് പാർ വാല്യൂ ഓഫ് ഷെയറും ഡിബഞ്ചറും ട്രൂ വാല്യൂ ഫിക്സഡ് അസറ്റിനേക്കാൾ കൂടി നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ഓവർ ക്യാപിറ്റലൈസേഷൻ സെനാറിയോ സംഭവിക്കുന്നു എന്നുള്ളതാണ്. Again, a retroactive arrangement between two parties who have no previous obligations to one another. പരസ്പരം ഒരു പ്രീവിയസ് ഒബ്ലിഗേഷൻസ് ഇല്ലാത്ത ഒരു സെനാറിയോ പറ്റിയിട്ടാണ് പറയുന്നത്. വാട്ട് ഇസ് ഇറ്റ്? ഓപ്ഷൻ എ ഇലീഗൽ കോൺട്രാക്ട്, ഓപ്ഷൻ ബി വാലിഡ് കോൺട്രാക്ട്, ഓപ്ഷൻ സി ഫേക്ക് കോൺട്രാക്ട്, ഓപ്ഷൻ ഡി ക്വാസി കോൺട്രാക്ട്. ഏത് തരത്തിലുള്ള കോൺട്രാക്ട് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്? The right answer is option D, quasi contract. അപ്പോൾ ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു അൺജസ്റ്റ് അഡ്ജസ്റ്റ്മെന്റിന്റെ പ്രൊവിഷൻ പ്രിവെന്റ് ചെയ്യപ്പെടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ടു സം എക്സ്റ്റെന്റ് ദിസ് വിൽ ബി പ്രിവെന്റിങ് അൺജസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, അടുത്തത് നെയിം ഓഫ് പ്രസന്റ് ഗവർണർ ഓഫ് RBI. ഓപ്ഷൻ എ ഉർജിത് പാട്ടേൽ, ഓപ്ഷൻ ബി രഘുറാം രാജൻ, ഓപ്ഷൻ സി ശക്തികാന്ത ദാസ്, ഓപ്ഷൻ ഡി നിർമ്മല സീതാരാമൻ. സി നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എക്സാം നടത്തിയ സമയത്തുള്ള കേസാണ് ചോദിക്കുന്നത്. ആ സമയത്ത് ഇറ്റ് വാസ് ശക്തികാന്ത ദാസ്, പക്ഷെ ഇപ്പോ ആള് മാറിയിട്ടുണ്ട്. ഇപ്പോ ഇറ്റ് ഇസ് സഞ്ജയ് മൽഹോത്ര. RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. Now, coming to the next question here, the types of goodwill where customers are more loyal to brand or company. കമ്പനി നെയിമിനോട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ട്, കസ്റ്റമേഴ്സ് അവിടെ ഭയങ്കര ലോയൽ ആണ്. ഇതിന് എന്തെന്നാണ് വിളിക്കുന്നത്? ഓപ്ഷൻ എ കാറ്റ് ഗുഡ്വിൽ, ഓപ്ഷൻ ബി ഡോഗ് ഗുഡ്വിൽ, ഓപ്ഷൻ ബി ഡോഗ് ഗുഡ്വിൽ, ഓപ്ഷൻ സി റാറ്റ് ഗുഡ്വിൽ, ഓപ്ഷൻ ഡി റാബിറ്റ് ഗുഡ്വിൽ. ഏത് കൈൻഡ് ഓഫ് ഗുഡ്വിൽ ആണിത്? സോ നമ്മൾ പറയുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് എന്താണ്, ഇത് ഭയങ്കരമായിട്ട് പ്രോഡക്റ്റുമായിട്ട് ലോയലാണ്, കമ്പനിയായിട്ട് ലോയലാണ്, ബ്രാൻഡുമായിട്ട് തന്നെ ലോയലാണ്. സോ ഇവിടെ ഒരു ഹയർ വാല്യുവേഷൻ ആണ് നടക്കുന്നത്. കസ്റ്റമേഴ്സിന് ഈ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇവർ വാല്യൂ ചെയ്യുന്ന ഒരു ഇതാണ്. അതുപോലെ തന്നെ ദേ വിൽ ബി ലൈക്ക് സ്റ്റിക്കിംഗ് ടു ദ ബ്രാൻഡ്, സ്റ്റിക്ക് ടു ദ ബ്രാൻഡ്. എപ്പോഴും അവർക്ക് ഈ ബ്രാൻഡ് അത്രയ്ക്ക് ഫേവറേറ്റ് ആണ്. അപ്പോഴും അവർ ഈ ഒരു ബ്രാൻഡിനോട് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് തന്നെ നിൽക്കും. വളരെ ചെറിയ രീതിയിൽ വില കൂടിയാൽ കൂടിയും ദോ ഓൾട്ടർനേറ്റ് ഗുഡ്സ് അവൈലബിൾ ആണെങ്കിൽ കൂടിയും കസ്റ്റമേഴ്സിന് ഇത് വലിയൊരു വിഷയമായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ്. Now, a primary market offer to the existing shareholders to buy additional shares of company on a pro rata basis within a specified date at a discounted price than the current market price is called dash. A bonus share, B right share, C equity share, and D preference share. So actually we are talking about a right share. അപ്പോൾ ഇവിടെ നമ്മുടെ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ മൈറ്റ് ബി ബൈയിങ് ലൈക്ക് എക്സ്ട്രാ ഷെയർസ്. അവരെന്ത് ചെയ്യുന്നു, എക്സ്ട്രാ ഷെയർസ് പർച്ചേസ് ചെയ്യും.
ഇവിടെ കയ്യിൽ കുറച്ച് ഷെയർ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും, ബട്ട് സ്റ്റിൽ ദേ വിൽ ബി ബൈയിങ് സം എക്സ്ട്രാ ഷെയർസ് അല്ലെ. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ഓൾറെഡി അവരുടെ കയ്യിൽ കുറച്ച് ഷെയർസ്, ഈ കൺസേൺ കമ്പനിയുടെ ഷെയർസ് കുറച്ചുണ്ടായിരിക്കും. പക്ഷെ എന്നാൽ കൂടി അവരെന്ത് ചെയ്യുന്നു, അവർ ഗോയിങ് ഫോർ പർച്ചേസിങ് അഡീഷണൽ കുറച്ച് എക്സ്ട്രാ ഷെയർസ് അവർ വാങ്ങിക്കുകയാണ്. ആൻഡ് അഗൈൻ ഓൺ എ പ്രൊറേറ്റ ബേസിസ്. അപ്പോൾ ഇവർക്ക് ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിന് ഇത് കൊടുക്കുകയാണ്. കമ്പയർ ടു ദ മാർക്കറ്റ് പ്രൈസ്, കറണ്ട് മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറച്ചുകൂടി വില കുറച്ച് ഇവർ കൊടുക്കുകയാണ്. ഇതിനെ പറയുന്ന പേരാണ് റൈറ്റ് ഷെയർ. നൗ that portion of subscribed capital which remains uncalled except in the case of winding up or at the time of liquidation is called. Uncalled capital ആണ്. അൺകോൾഡ് ക്യാപിറ്റൽ അതായത് യൂഷ്വലി നോർമൽ ഇൻസ്റ്റൻസിൽ ഇത് അൺകോൾഡ് ആയിട്ട് തന്നെ നിൽക്കും. എക്സെപ്ഷണൽ കേസസിൽ മാത്രം കമ്പനി അടയ്ക്കുന്ന സമയത്ത്, പൂട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ എക്സ്ട്രാ പൈസ വേണ്ടുന്ന സമയത്ത് മാത്രമേ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ ക്യാപിറ്റലിന് ഒരു ചേഞ്ച് വരുന്നുണ്ട്. അതർവൈസ് നോർമൽ ഇൻസ്റ്റൻസിൽ അത് അൺകോൾഡ് ആയിട്ട് തന്നെ നിൽക്കും. സോ വാട്ട് ഈസ് ദാറ്റ് ക്യാപിറ്റൽ? ഓപ്ഷൻ എ റിസ്ക് ക്യാപിറ്റൽ, ഓപ്ഷൻ ബി ബാലൻസ് ക്യാപിറ്റൽ, ഓപ്ഷൻ സി ക്യാപിറ്റൽ റിസർവ് ആൻഡ് ഓപ്ഷൻ ഡി റിസർവ് ക്യാപിറ്റൽ. നമ്മൾ ഇവിടെ ഡീൽ ചെയ്യുന്നത് റിസർവ് ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ടാണ്. റിസർവ് ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ഒരു സാധാരണ ബിസിനസ് ഓപ്പറേഷൻസ് സമയത്തൊക്കെ ഇത് എങ്ങനെയായിട്ടിരിക്കും? ഇപ്പൊ നോർമൽ ബിസിനസ് ഓപ്പറേഷൻ സമയത്തൊക്കെ തന്നെ ഇത് അൺകോൾഡ് ആയിട്ട് നിൽക്കും. ഓക്കെ, now the minimum number of share a person must own as provided in the company in order of quality to become a director of the company is called dash. അതായത് ഒരു പേഴ്സൺ ഹോൾഡ് ചെയ്യുന്ന മിനിമം നമ്പർ ഓഫ് ഷെയർസിനെ പറ്റിയിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലെ. ഒരു കമ്പനി ഒരാൾക്ക് കൊടുക്കുന്ന മിനിമം നമ്പർ ഓഫ് ഷെയർസ്. ഇവിടെ ക്വാളിറ്റി മാറ്റർ ചെയ്യുന്നുണ്ട്. Again, to become a director of the company, കമ്പനിയുടെ ഡയറക്ടർ ആകാനുള്ള ഒരു സെനാരിയോയും കൂടി ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഇസ് ഇറ്റ് ഓൾ അബൌട്ട്? ക്വാളിഫിക്കേഷൻ ഷെയർസ്, ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ഫൗണ്ടേഴ്സ് ഷെയർസ്, ഓപ്ഷൻ സി പ്രൊമോട്ടർ ഷെയർസ്, ഓപ്ഷൻ ഡി ഹൈബ്രിഡ് ഷെയർസ്. മിനിമം നമ്പർ ഓഫ് ഷെയർ വേണം. അഗൈൻ എന്താണ്? ഡയറക്ടർ ഓഫ് ദ കമ്പനി. ഇത് രണ്ടും കൂടെ വേണം നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ രണ്ടും കൂടെ കണക്ട് ചെയ്യുമ്പോൾ വാട്ട് ഇസ് ദ ആൻസർ? എത്ര ആ ഒരു സ്പെസിഫിക് നമ്പർ ഡെഫിനറ്റ്ലി ഓരോ കമ്പനിക്കും ഓരോ നമ്പർ തന്നെ ആയിരിക്കും. അത് ഒരുപാട് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഇവിടെ ക്വാളിഫിക്കേഷൻ ഷെയർസ് ആണ്. അപ്പോൾ ആ പറയുന്ന സ്പെസിഫിക് നമ്പർ ഓഫ് ഷെയർസ് ഒരു പേഴ്സൺ ഹോൾഡ് ചെയ്താൽ മാത്രമേ ഇവിടെ ഈ പറയുന്ന കാര്യം നടക്കുള്ളൂ എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ ഡയറക്ടർ ഓഫ് ദ കമ്പനി ആകാൻ വേണ്ടിയിട്ടുള്ള കാര്യം. ഓക്കെ, നൗ what is the excess of net assets over consideration paid? Option A reserve capital, option B security premium, option C capital reserve and option D goodwill. We are talking about capital reserve. Okay, so capital reserve എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഇൻടാഞ്ചിബിൾ വാല്യൂ ഇവിടെ വരുന്നുണ്ട്. ഇൻടാഞ്ചിബിൾ വാല്യൂ എലമെന്റ് ഇവിടെ വരുന്നുണ്ട്. അഗൈൻ ഒരു ഗുഡ്വിൽ എഫക്റ്റ് ഇവിടെ വരുന്നുണ്ട്. ഒരു ഗുഡ്വിൽ സെനാരിയോ, ഒരു ലോയാലിറ്റി, ഒരു റെപ്യൂട്ടേഷൻ സെനാരിയോ ഒക്കെ ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വരുന്നുണ്ട് അല്ലേ. അഗൈൻ സോ അങ്ങനെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നോക്കി, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കി. അപ്പോൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ എടുത്ത് പഠിച്ചാൽ പോരാ, ഇനിയും നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. അതും ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ്.